കഴിഞ്ഞ ദിവസം നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊല്ലം ജില്ലയിൽ ഒരു വിശകലനം നടത്തിയിരുന്നു. ഇന്ന് നമുക്ക് പത്തനംതിട്ട ജില്ലയിലേക്കൊന്ന് പോയാലോ? ആർക്കായിരിക്കും മുൻഗണന? പത്തനംതിട്ട ജില്ല വളരെ നിർണായകമായിട്ടുള്ളതാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രതീക്ഷയിൽ നിൽക്കുകയാണ് കേരളം മുഴുവനും. നിലമ്പൂർ ഫലം വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തവണ ഭരണം കിട്ടിയില്ല എങ്കിൽ പിന്നെ കോൺഗ്രസും ഉണ്ടാകത്തില്ല, ഘടകകക്ഷികൾ പോലും ഉണ്ടാകത്തില്ല. ഈ കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ വലിയൊരു ഒരുമയും ആവേശവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ 2026 പ്രതീക്ഷയുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് LDF-ലുള്ള ഘടകകക്ഷികളൊക്കെ ഇങ്ങോട്ടേക്ക് ചേക്കേറാനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പലവട്ടം പല വീഡിയോകളിലും പറഞ്ഞതാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് അക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പത്തനംതിട്ടയിലേക്ക് വന്നാൽ, പത്തനംതിട്ടയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ UDF-ന് ഒരു സീറ്റ് പോലും ഇല്ല എന്നുള്ളതാണ്. വളരെ ശക്തമായിട്ട് നിന്നു കഴിഞ്ഞാൽ, ഒരുമയോടുകൂടി നിന്നാൽ, നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കിക്കഴിഞ്ഞാൽ ഈ 5 മണ്ഡലങ്ങളും UDF-ന് സുഖമായി കയ്യിലിരിക്കും. എന്താ അങ്ങനെ പറയാനുള്ളത്? വെച്ചാൽ ഇത് അല്പം UDF-ന് ചായ്വുള്ള ഇടം കൂടിയാണ്. അത് ഇപ്പോൾ UDF-ന് ചായ്വുള്ള ഇടം, പിന്നെ ഭരണവിരുദ്ധ വികാരം, പ്രത്യേകിച്ച് പത്തനംതിട്ടയൊക്കെ കുറച്ചുകൂടി വനപ്രദേശ മേഖലയാണ്, മലയോര മേഖലയാണ്. പിന്നെ ശബരിമല സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. സുരേന്ദ്രൻ അവിടെ മത്സരിച്ചതാണ് ലോക്സഭയിലേക്ക്. കാരണം ശബരിമല വിഷയത്തിന് ശേഷം 2019 അങ്ങനെ കുറച്ച് വോട്ട് BJP-യിലേക്ക് വരികയുണ്ടായി. ഇത്തവണ പത്തനംതിട്ടയിൽ നിന്ന് ആൻ്റണിയാണ് വിജയിച്ചിരിക്കുന്നത്, കോൺഗ്രസിൻ്റെ. അത് 3ാം വട്ടമാണ്. പക്ഷേ ആൻ്റണി വന്ന് മത്സരിച്ച് ഇത്തവണ പരാജയപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് തോമസ് ഐസക്കിനെ അവിടെ ഇറക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് 2019 ഈ BJP-യിലേക്ക് പോയ വോട്ട് ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അനിൽ ആൻ്റണിയാണ് AK ആൻ്റണിയുടെ മകൻ അവിടെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാനായിട്ട് ഇറക്കിയിരുന്നത്. ഇനി നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 റാന്നി, 2 കോന്നി, 3 ആറന്മുള, 4 അടൂർ, 5 തിരുവല്ല. ഇതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു മന്ത്രിയുണ്ട്. അടൂരിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. അങ്ങനെ പത്തനംതിട്ട ജില്ലയ്ക്ക് അങ്ങനെ പ്രാധാന്യമുണ്ട്. പിന്നെ വീണ ജോർജിൻ്റെ വിവാദങ്ങളിലൂടെയും പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള വലിയ അറിയപ്പെടുന്ന ഇടമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ റാന്നി മണ്ഡലത്തിലും തുടങ്ങിയാൽ, റാന്നി 2021 ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ ഈ സീറ്റ് അവർക്ക് കൊടുത്തു. റാന്നി മണ്ഡലം കേരള കോൺഗ്രസിന് കൊടുത്തു. അതിനു മുമ്പ് 5 തവണ മത്സരിച്ച് വിജയിച്ച് വന്നുകൊണ്ടിരുന്നത് CPM-ലെ രാജു എബ്രഹാമാണ്. രാജു എബ്രഹാമിന് റാന്നിയിൽ അറിയപ്പെടുന്നത് റാന്നിയിലെ ജ്യോതി ബസു എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ഇപ്പോൾ അദ്ദേഹം CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ റാന്നിയിൽ പ്രമോദ് നാരായണനാണ് ഇപ്പോഴത്തെ MLA, കേരള കോൺഗ്രസ് മാണി വിഭാഗം. 1500 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അത് UDF ആഞ്ഞ് വിചാരിച്ചു കഴിഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം കൂടിയായിരുന്നു റാന്നി. അപ്പോൾ വളരെ ശക്തമായിട്ട് ഇറങ്ങി ഒരുമയോടുകൂടി നല്ല സ്ഥാനാർത്ഥിയെ അങ്ങോട്ടേക്ക് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ റാന്നി മണ്ഡലം ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. പിന്നെ ജോസ് കെ മാണി ഇനിയിപ്പോൾ ഇപ്പുറത്തേക്ക് വരാൻ പോവുകയാണ് എന്നുള്ളത് വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. അതും കൂടി തീരുമാനമായിട്ടില്ല, അത് ഉണ്ടാകും. അതുകൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ മണ്ഡലം UDF-ന് വളരെ ശക്തമായ അടിത്തറ കൂടി കിട്ടിയെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ഉള്ളത് കൊണ്ടാണ് അവിടെ ജോസ് കെ മാണി വിഭാഗത്തിന് പ്രമോദ് നാരായണന് ജയിച്ചു കയറാൻ സാധിച്ചത്. പിന്നെ അടൂരിലെ ചിറ്റയം ഗോപകുമാർ ജയിച്ചത് 2900 വോട്ടിന് മാത്രമാണ്. അതും UDF-ന് വിചാരിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ട് തിരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ആറന്മുളയിലാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വീണ ജോർജിനായിരുന്നു. 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വന്നു എന്നുള്ളതാണ്.
പിന്നെ വരുന്നത് കോന്നി മണ്ഡലം. കോന്നിയിൽ ജനീഷ് കുമാറാണ് അവിടുത്തെ MLA. ഈ അടൂർ പ്രകാശ് വളരെ ഈ കരുതലാമലകം പോലെ കൊണ്ട് നടക്കുകയായിരുന്നു ആ കോന്നി മണ്ഡലത്തെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്ന് ആറ്റിങ്ങൽ കൊണ്ടുവന്ന് നിർത്തിയത്. 2019 കേന്ദ്രം പപ്പുമോൻ ഭരിക്കും. അന്നേരം അടൂർ പ്രകാശിന് ഇവിടെ ഈ കോൺഗ്രസിനകത്ത് ഈ ഒതുക്കൽ പരിപാടികളുണ്ടല്ലോ, ഓർക്ക് നല്ല ഒന്നാം തരം ഈ തല്ല് ചിലർക്ക് കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. ഒതുക്കൽ പരിപാടിയുണ്ട്. അങ്ങനെ അടൂർ പ്രകാശിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ആറ്റിങ്ങൽ കൊണ്ടുവന്ന് നിർത്തി. ആ മനുഷ്യൻ തലയിൽ കൈവച്ച് വിളിച്ചു പറഞ്ഞു, ഞാൻ കോന്നിയിൽ തന്നെ നിന്നോളാം. കോന്നിയിൽ വലിയ വികസനമുണ്ടെന്ന്, ഞാൻ അതുവഴി യാത്ര ചെയ്യുന്നതാണ്. വലിയ വികസനമാണ്. കോന്നിയുടെ ആ ഫേസ് തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. വലിയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉള്ള ഇടം കൂടിയാണ് ഈ കോന്നി എന്ന് പറയുന്നത്. പണ്ട് ജവഹർലാൽ നെഹ്റു കേരളത്തിൽ വന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ കോന്നി വഴി കടന്നപ്പോൾ ജവഹർലാൽ നെഹ്റു വരുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ കോന്നിയിൽ ഒരു ജംഗ്ഷനിൽ മുഴുവൻ ഈ ചുവപ്പ് കൊടിതോരണങ്ങൾ കൊണ്ടങ്ങ് നിറച്ചു. ജവഹർലാൽ നെഹ്റു അതുവഴി കടന്നു പോയപ്പോൾ ചോദിച്ചു, ഇതെന്താണ്, ചൈനയാണോ എന്ന് ചോദിച്ചു. അതിനുശേഷം അവിടെ അറിയപ്പെടുന്നത് ചൈന മുക്കെന്നാണ്. ഇപ്പോഴും ചൈന മുക്കെന്നാണ്. ബസ് വന്ന് നിർത്തുന്നത് ചൈന മുക്ക് ഇറങ്ങാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ബസ് കയറിയാലും ഒരു ചൈന മുക്ക് എന്ന് പറഞ്ഞാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്രത്തോളം കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് അടൂർ പ്രകാശ് ഇറങ്ങി ആ മണ്ഡലത്തെ നന്നാക്കിയെടുത്തത്. അത് ഈ അടൂർ പ്രകാശിനെ 2019 ഇവിടെ കൊണ്ടുവന്നു. അന്ന് 19 ഒരു കോൺഗ്രസ് തരംഗം കേരളത്തിൽ ഉള്ളത് കൊണ്ട് അടൂർ പ്രകാശ് അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്തു. സമ്പത്ത് പരാജയപ്പെടുകയും ചെയ്തു. CPM-ലെ ശക്തമായ ത്രികോണ മത്സരം കൂടിയായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ 2024 അടൂർ പ്രകാശിനെ അവിടെ മത്സരിപ്പിച്ചു. അടൂർ പ്രകാശാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് തോറ്റാൽ മതിയെന്നും പറഞ്ഞ് നിന്നു. ജനം വിടുമോ? അടൂർ പ്രകാശിനെ ജയിപ്പിച്ചു. കാരണം അടൂർ പ്രകാശ് ചെന്ന് നിൽക്കുന്നതൊക്കെ തന്നെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അടൂർ പ്രകാശ് വീണ്ടും ജയിച്ചു. പക്ഷേ അടൂർ പ്രകാശ് ഇപ്പോൾ UDF-ൻ്റെ കൺവീനർ കൂടിയാണ്. അദ്ദേഹത്തിന് കേരളത്തിലേക്ക് മടങ്ങി വരാനാണ് ആഗ്രഹം. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മന്ത്രിയാണ്, മുഖ്യമന്ത്രിയാകാനും യോഗ്യനാണ്, ഈഴവ സമുദായത്തിൻ്റെ സ്വാധീനമുള്ള ഒരാളാണ്. അപ്പോൾ കോന്നി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനീഷ് കുമാറിനെ ഇവർക്ക് അടിച്ചവിടെ ഇരുത്താൻ കഴിയും, ആ മണ്ഡലവും പിടിക്കാൻ പറ്റും. പിന്നെ ആറന്മുളയിൽ കഴിഞ്ഞ തവണ 19,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും CPM-നകത്ത് ഒരു നല്ല വിഭാഗത്തിന് വീണ ജോർജിനോട് എതിർപ്പുണ്ട്. പിന്നെ കേരളം ഒട്ടാകെ വീണ ജോർജിനെ എതിര് നിൽക്കുകയാണ്. ആരോഗ്യമന്ത്രി എന്നുള്ള രീതിയിൽ പക്ക പരാജയത്തിൽ നിൽക്കുകയാണ്. ഈ പിണറായി വിജയന് CPM-നും അങ്ങോട്ട് ഈ കളയാൻ പറ്റാത്തൊരവസ്ഥ, സഭയുടെ ഇടപെടലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ആറന്മുളയിൽ മത്സരിക്കാൻ UDF-ൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ളത് 2 പേരുകൾ പറയുന്നുണ്ട്. ഓർത്തഡോക്സ് സഭ തന്നെയാണ് ഈ വീണ ജോർജും ഒക്കെ. ഒന്ന് അബിൻ വർക്കി, അല്ലെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ്റെ പേരും ആറന്മുളയിൽ പറയുന്നുണ്ട്. 2 പേരും ഓർത്തഡോക്സ് സമുദായം ആണ്. അതുകൊണ്ട് ആ സമുദായത്തിലുള്ള വോട്ട്, പിന്നെ അച്ചൂമ്മനാണെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയോടുള്ള ആ ഒരു സ്നേഹപ്രകടനം മുഴുവൻ വോട്ടായി മാറുമെന്നുള്ളത് കൊണ്ട് പിന്നെ അവിടെ UDF-ന് പിടിച്ചെടുക്കാൻ സാധിക്കും. എന്തായാലും വീണ ജോർജ് പക്ക പരാജയമായതുകൊണ്ട് ആറന്മുള പിടിച്ചെടുക്കാൻ കഴിയും. പിന്നെയുള്ളത് തിരുവല്ല മണ്ഡലമാണ്. തിരുവല്ലയിൽ ജനതാദളിലെ മാത്യു ടി തോമസ് ആണ്. അവിടെ ഈ ശക്തമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് കോൺഗ്രസ്സുകാർ നോട്ടമിടുന്നത് കോൺഗ്രസ്സിലെ ഒരു മുതിർന്ന നേതാവ് PJ കുര്യൻ, പ്രൊഫസർ PJ കുര്യനെ അവിടെ മത്സരിപ്പിക്കാനാണ്. അദ്ദേഹത്തിന് എല്ലാ സമുദായത്തിലുള്ളവരുമായിട്ട് നല്ല അടുപ്പമുണ്ട്. അതുകൊണ്ട് PJ കുര്യന് അപ്പോൾ ചോദിക്കും, വയസ്സ് 10-80 മുകളിലായില്ലേ എന്ന് ചോദിക്കും. 83-ാമത്തെ വയസ്സിലാണ് VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇദ്ദേഹത്തിന് ഒരു പ്രായപരിധിയിലെ ഇളവ് കൊടുക്കാം. ഇളവ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും, മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മുതിർന്ന മന്ത്രി കൂടിയായി പ്രൊഫസർ PJ കുര്യൻ മാറുമെന്നുള്ളതാണ്. പിന്നെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഓരോ മണ്ഡലത്തിലെയും കോൺഗ്രസ് നേടിയ ഭൂരിപക്ഷം കൂടി നോക്കണം. ആൻ്റണിയാണ് വിജയിച്ചത്. അതായത് തിരുവല്ലയിലെ 11,421 ഭൂരിപക്ഷം കിട്ടിയത്. റാന്നിയിൽ 1,285 വോട്ട്. ആറന്മുളയിൽ 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആൻ്റണിക്ക് കിട്ടി. ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ ഈ ആറന്മുളയിൽ വീണ ജോർജ് ജയിച്ചത് 19,000 വോട്ടിനാണ്. കോന്നിയിൽ 8,508 വോട്ടിനാണ് ഭൂരിപക്ഷം. അടൂരിൽ 2,900 വോട്ടിന്.
അപ്പോൾ UDF ഒന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളും അവർക്ക് നേടിയെടുക്കാൻ കഴിയും. അത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് കേരള ഒട്ടാകെ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് ഇത് ഇവർക്ക് ശക്തമായി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്.